ഇറാൻ ഇസ്രായേൽ വാർ അതാണിപ്പോൾ ഏറ്റവും കൂടുതൽ ചൂടുപിടിക്കുന്ന ഒരു വിഷയം മാർക്കറ്റിൽ. തീർച്ചയായിട്ടും എൻ്റെ ടേക്ക് എന്താണെന്ന് ഒരുപാട് മെസ്സേജ് എനിക്ക് വരുന്നുണ്ട്. സോ ഞാൻ ഇതിനെ കാണുന്നത് തീർച്ചയായിട്ടും വാർ എന്ന് പറയുന്നത് ഏതൊരു കൺട്രീനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല വിഷയമല്ല. രണ്ടാമതായിട്ട് ബീങ് എ ട്രേഡർ, ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡറിനെ പോലെ ഞാനിത് നോക്കിക്കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെ ഞാൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാത്രമേ കാണുന്നുള്ളൂ. എനിക്ക് പ്രിയപ്പെട്ട നല്ല കുറേ സ്റ്റോക്കുകളെ ഇനിയും ചീപ്പായിട്ടുള്ള പ്രൈസിൽ വാങ്ങിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി മാത്രമാണ് ഈ വാർ എന്ന് പറയുന്നത്. അപ്പം ഈ ന്യൂസും അത്രേ ഉണ്ടാവുള്ളൂ. തീർച്ചയായിട്ടും മാർക്കറ്റിൽ പ്രഷർ ഉണ്ടാവും, താഴേക്ക് വരാൻ സാധ്യതയുണ്ട്. 2100, 2200 ലെവലുകൾക്ക് നല്ല ഒരു സപ്പോർട്ട് ലെവൽ മാർക്കറ്റിലുണ്ട്. അപ്പോൾ അവിടെ വരെ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ അതിനേക്കാളും താഴേക്ക് പോകാനും സാധ്യതയുണ്ട്. പക്ഷേ സോ ബീങ് എ ട്രേഡർ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളുടെ സ്റ്റഡി ഒരിക്കലും റോങ് അല്ല. നമ്മൾ വാങ്ങിച്ചേക്കുന്ന സ്റ്റോക്കുകൾ വിൽക്കാനുള്ള സമയമാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സ്റ്റോക്കുകൾ ടാർഗറ്റിലേക്ക് എത്തും. അതുവരെ ഹോൾഡ് ചെയ്യുക. ഞാനതാണ് ചെയ്യാൻ പോകുന്നത്. ദിസ് ഇസ് നോട്ട് എ ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ, ബൈ ദ വേ. താങ്ക് യു. ഇറാൻ ഇസ്രായേൽ വാർ അതാണിപ്പോൾ ഏറ്റവും കൂടുതൽ ചൂടുപിടിക്കുന്ന ഒരു